വിവാഹ തീയതി നിശ്ചയിക്കപ്പെട്ടു. 1986 ഏപ്രിൽ 26. അർണോൾഡ് ആ സമയത്ത് അടുത്ത സിനിമയുടെ കോൺട്രാക്ട് ഒപ്പിട്ടിരിക്കുകയാണ്, ദ പ്രെഡേറ്റർ എന്ന സിനിമ. അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് മെക്സിക്കോയിലാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അദ്ദേഹത്തിന് പലപ്പോഴും നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതെല്ലാം പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെ അദ്ദേഹം മാനേജ് ചെയ്തു. ഒരു കാര്യം അദ്ദേഹം ആദ്യം തീരുമാനിച്ചിരുന്നു: ഒരു കാരണവശാലും മെറിയയുടെയോ മെറിയയുടെ കുടുംബത്തിൻ്റെയോ പൈസ ചെലവഴിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു. കാരണം സാമ്പത്തികമായി കെന്നഡി കുടുംബം അതുപോലെ ഷ്രൈവർ കുടുംബം രണ്ടുപേരും ശതകോടീശ്വരന്മാരാണ്. അവരുടെ മുമ്പിൽ സാമ്പത്തികമായിട്ട് അർണോൾഡ് ഇപ്പോഴും ഒന്നുമല്ല. ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമൊന്നും അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ എടുത്തൊരു തീരുമാനമാണത്. ഇവിടെ കാറിൻ്റെ വലിപ്പം കുറഞ്ഞു പോയതിന് പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്നവരും തല്ലിക്കൊന്ന് കെട്ടി തൂക്കുന്നവരും ഒക്കെ കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്ത്രീധനം വാങ്ങിക്കാത്തവരെ പോലും കള്ളക്കേസിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നും മറക്കുന്നില്ല. അങ്ങനെ വിവാഹത്തിന് മുന്നോടിയായി സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയ, പസഫിക് പാലിസേഡ്സ് എന്ന സ്ഥലത്ത് ഒരു 2 ഏക്കർ സ്ഥലവും അതിൽ സ്ഥിതി ചെയ്യുന്ന 12,500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണവും 5 ബെഡ്റൂമും അതിനനുസരിച്ച് ബാക്കി സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് അദ്ദേഹം വാങ്ങിച്ചു. ഇവർക്ക് മാത്രമായിട്ട് യാത്ര ചെയ്യുന്നതിനായിട്ട് ഒരു പോർഷെ 928 കാറ്, അന്നത്തെ ഒരു സൂപ്പർ ലക്ഷറി കാറ്, അത്തരം ഒരു കാറും വാങ്ങിച്ചു. ഇതെല്ലാം നടക്കുമ്പോഴും ആള് പലപ്പോഴും അമേരിക്കയിലായിരിക്കില്ല, മെക്സിക്കോയിൽ പ്രെഡേറ്ററുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലായിരിക്കും. ഒടുവിൽ വിവാഹത്തിന് വെറും 2 ദിവസം മുമ്പാണ് അമേരിക്കയിൽ എത്തുന്നത്. ഏതായാലും വിവാഹമെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഹയനസ് ഫോർട്ടിലെ ചർച്ചിൽ, അതായത് മറിയ ആദ്യം അദ്ദേഹത്തെ ഒരു ടെന്നീസ് ഷോട്ട്സും ഇടിച്ച് കൊണ്ടുപോയ ചർച്ച്, അവിടെ വെച്ചായിരുന്നു വിവാഹം.